റെഡി ആയിക്കോ. വക്കീല് കാണാൻ സമ്മതിച്ചിട്ടുണ്ട്. സ്നേഹം നിന്നേ. ഇവരുടെ കൂടെ നീ എങ്ങോട്ട് പോകുന്നേ? എന്റെ കൂടെ ഇവള് വരുന്നതിന് നിനക്കെന്താ? ഇവളെ എന്റെ ഭർത്താവിന്റെ സഹോദരിയാ. ആ ബന്ധം തന്നെയാണല്ലോ എനിക്ക് ഇവളോടുള്ളത്. അതുകൊണ്ട് തന്നെയാ നിങ്ങളുടെ കൂടെ എങ്ങോട്ടേക്കാണെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ എങ്ങോട്ട് പോയാലും അതിന് നിങ്ങൾക്ക് എന്താ കാര്യം? അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണോ? എന്നെ ബാധിക്കോ ഇല്ലെന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവര് പറയുന്നത് കേട്ട് നീ തുള്ളാൻ നിൽക്കണ്ട. അത് നിനക്ക് നല്ലതിനാവില്ല. എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. പക്ഷെ നിങ്ങളുടെ ഒരു ഉദ്ദേശവും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്തുദ്ദേശിച്ചെന്നാ നീ പറയുന്നേ? നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. അതൊന്നും ഇനി വിശദീകരിക്കണ്ട. പക്ഷേ അതിൽ നിന്ന് തരാനേ എന്നെ കിട്ടില്ല. സേതുമാധവന്റെ മകളാ ഞാൻ. അച്ഛനുള്ള അതേ വാശി എന്റെ രക്തത്തിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നിനക്ക് ഈ വീട്ടിൽ എന്തോ ആവാം. ആരെയും ഭരിക്കാം, ചോദ്യം ചെയ്യാം, വേണമെങ്കിൽ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യാം. അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരൊക്കെ എന്തേലും പറയോ ചെയ്യോ ചെയ്താ അത് വലിയ കുറ്റം. നീ ആരടി? ഈ വീട്ടിലെ മൂത്ത മരുമോള് ഞാനാ. അതിന്റെ താഴെയാ നിന്റെ സ്ഥാനം. അത് മറക്കണ്ട. അച്ഛനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ നാടകങ്ങളൊന്നും ഇനി വിജയിക്കാൻ പോകുന്നില്ല. നിന്റെ അച്ഛനെ കൂട്ടുപിടിച്ച് ഈ വീട്ടിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. നീ അച്ഛന്റെ സ്വന്തം മകളായിരിക്കാം. മരുമകളാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ എന്റെ സ്വന്തം അച്ഛനായിട്ട് തന്നെയാ കണ്ടിട്ടുള്ളത്. തിരിച്ചെന്നോടും അതേ വാത്സല്യവും സ്നേഹവും തന്നെ അച്ഛൻ കാണിക്കുന്നതും. അതിലാരും അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് നിങ്ങളോട് അസൂയയോ? അത്രയ്ക്ക് അസൂയപ്പെടാൻ നിങ്ങൾക്ക് എന്താ ഉള്ളേ? പണോ, പ്രതാപോ, അതോ സൗന്ദര്യോ, അതോ കുടുംബ മഹിമയോ? ഇവളോട് എന്തിനാ സ്നേഹം അധികം സംസാരിക്കുന്നേ? നീ വാ, നമുക്ക് പോ. പൊയ്ക്കോ. അല്ലെങ്കിലും ആളുകളെ കൂടെ കൊണ്ടു നടന്ന് ചതിച്ച് കുഴിയിൽ വീഴ്ത്തുന്നതാണല്ലോ നിങ്ങളുടെ ശീലം. നാളെ ഇവള് ഏതെങ്കിലും കുഴിയിൽ വീഴും. അപ്പൊ കിടന്ന് നിലവിളിക്കും, രക്ഷിക്കണേന്ന്. ഇവരുടെ കൂടെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ നീ ഒരു 100 വട്ടം ചിന്തിക്കണം. എനിക്ക് നിങ്ങളുടെ സാരോപദേശമൊന്നും കേൾക്കണമെന്നില്ല. ആരുടെ കൂടെ പോണം, എങ്ങോട്ട് പോണം എന്നൊക്കെ നല്ലതുപോലെ ചിന്തിക്കാനുള്ള പ്രായം എനിക്കുണ്ട്. അല്ല, എന്നോട് ചോദിക്കാനും ഉപദേശിക്കാനും നിങ്ങൾ ആരാ? എന്റെ അമ്മയോ അതോ അമ്മായി അമ്മയോ? ദേ, മേലില് ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോ എന്റെ പിന്നാലെ വന്നേക്കരുത്. എടുത്തു വാ. ആ, എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാനിപ്പോ എങ്ങോട്ടാ പോകുന്നെന്ന് താമസിയാതെ മനസ്സിലായിക്കോളും. അച്ഛ ചേച്ചി ദേ. അച്ഛാ, എന്റെ പൊന്നുമോള് പൊട്ടൊക്കെ കുത്തി സുന്ദരിയായല്ലോ. മോളോട്ടി എന്നടാ ഇന്നലെ രാത്രി മോളെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയതാ നിന്റെ അച്ഛന്റെ ബഹളം. ഇപ്പൊ മോളെ ഒന്ന് എടുത്തപ്പോഴാ അതൊന്ന് അടങ്ങിയത്. ആ
ഇനി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത് ഉള്ളതാണെന്നും അറിയില്ല കേട്ടോ. ഞാൻ കണ്ടതാ, കള്ളം പറഞ്ഞൊന്നുമല്ല. ഓ ആയിക്കോട്ടെ. അതെ, താലോലിച്ച് തീർന്നെങ്കിൽ ഞാനും കൂടെ ഒന്ന് എടുത്തോട്ടെ. ആ, ഒന്ന് താമാഷേ. ആ അമ്മയുടെ പൊന്നൂട്ടാ. മോളെ മാല എവിടെ? ആ അവളുറങ്ങി. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഈ മോളുടെ പേരെന്താ മോളെ? ശിവേണ്ണും ഇന്ത്യച്ചിയും എന്തോ പേരിട്ടിരുന്നു, അതെന്താന്ന് എനിക്കറിയില്ല. ആ അതെന്തായാലും വേണ്ട. നമുക്ക് നമ്മുടെ കുഞ്ഞിന് മറ്റൊരു നല്ല പേരിടാം, അല്ലേ മോളു? എളുപ്പത്തിനിപ്പോ ആതിര പറഞ്ഞ പേരാ വിളിക്കുന്നത്, മാളൂന്ന്. ഓ മാളു, മാലുവും മാളുവും, അത് കൊള്ളാലോ. ഉം. ഇനി മറ്റൊരു നല്ല പേര് കൂടി വേണം. നമുക്ക് രമ്യ എന്നിട്ടാലോ? രമ്യോ? ആ അതെ. എന്താ, രമ്യ നല്ല പേരല്ലേ? ആ പേരൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ ഈ കാലത്ത് അങ്ങനത്തെ പേരൊന്നും ആരും ഇടില്ല അച്ഛാ. ഏയ്, എങ്കിൽ പിന്നെ രശ്മി എന്നിടാം. ഓ ആ, ഗ്രീഷ്മയായാലും മതി. ആ എന്റെ പൊന്നു മാഷേ, മാഷേ ഇതൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ ഇടാൻ വേണ്ടി വെച്ചിരുന്ന പേരല്ലേ? ആ, അതെ അതെ. ഓ അത് അന്നത്തെ കാലല്ലേ. ആ, അന്നിടാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ഇടാലോ. അത് എത്ര വർഷം മുമ്പാ മാഷേ? ഓർമ്മയുണ്ടോ വല്ലതും? അത് പിന്നെ മാഷേ ഇനി പേരാലോചിച്ച് ബുദ്ധിമുട്ടണ്ട. അത് സച്ചി അച്ഛൻ കൂടെ നല്ലൊരു പേരിട്ടോളും, അല്ലിടമുള്ളൂ. ആ അച്ചുമോളെ, അവസാനം എത്ര ആലോചിച്ചിട്ടും പേര് കിട്ടിയില്ലെങ്കിലേ ലക്ഷ്മി എന്നിട്ടോ. ആ ആ ശോ, എന്റെ മാഷ് അതൊന്ന് വിടുന്നുണ്ടോ? ആ വിട്ടു. ആ ആ ആ അതൊക്കെ വിട്ടിട്ടെ അച്ഛൻ മാളുമോളെ കുറിച്ച് കണ്ട സ്വപ്നം എന്തായിരുന്നു എന്ന് പറയേ. അത് പിന്നെ ഞങ്ങൾക്കൂടെ ഒന്ന് കേൾക്കാലോ. എടി, ഞാൻ ചോദിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. വെറുതെയാ, കുഞ്ഞുങ്ങളെ കാണാനുള്ള അടവായത്. അടവൊന്നുമല്ല, ഞാൻ കണ്ടതാ. പിന്നെ കണ്ടു എന്താന്ന് വെച്ചാ അങ്ങ് പറഞ്ഞൂടെ. പറ. അതിപ്പോ ഒരു മുത്തശ്ശന്റെയും പേരക്കുട്ടിയുടെയും കഥ. ആ. കഥയോ? ആ കഥയല്ല, സ്വപ്നം തന്നെയാ. ആ ഞാനും എന്റെ പേരക്കുട്ടികളും കൂടി ടൂർ പോകുന്നു. ഞാനൊരു വലിയ കുഴിയിൽ വീഴുന്നു. അയ്യോ, എന്റെ 2 മക്കളും കൂടി എന്നെ രക്ഷപ്പെടുത്തുന്നു. ഇതാ കണ്ടത്. ആ ബെസ്റ്റ്. ഗുണ കേവിലായിരിക്കുമല്ലേ അച്ഛൻ വീണത്? ആ എടി, ഇങ്ങനൊരു പഴയ സിനിമ ഇല്ലേ കമലഹാസന്റെ? ആ അച്ഛാ, വല്ലാതെ വേർക്കുന്നുണ്ടോ? നമുക്ക് AC ഓണാക്കിയാലോ? അച്ഛൻ ഇനി നിന്ന് വിയർക്കണ്ട. കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. ആതിര അച്ഛനെ നേരത്തെ വിളിച്ചായിരുന്നല്ലേ? ആ വിളിച്ചായിരുന്നു. അപ്പൊ അത് തന്നെയാ കാര്യം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് സമാധാനമില്ലാതെ ഓടി വന്നതല്ലേ അച്ഛൻ? ഇവിടെ അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല അച്ഛാ. എന്നാലും ഒരു സമാധാനം വേണ്ടേ മോളെ? ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. അപ്പൊ അതാണോ മാഷ കാര്യം? രണ്ടാമത് മീര വിളിച്ചപ്പോ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഇവള് പറഞ്ഞെന്ന് ഞാൻ മാഷിനോട് പറഞ്ഞതല്ലേ? അമ്മ ഇനി അച്ഛനും അതിന്റെ പേരിൽ വഴക്കൊന്നും പറയണ്ട. അച്ഛന്റെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. സേതു വന്നിട്ട് എന്ത് തീരുമാനം പറഞ്ഞു മോളോട്? ഞാൻ പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞു. അച്ഛൻ അതേ തീരുമാനത്തിൽ തന്നെയാ. സ്നേഹയുടെ അവന്തികടത്തിയുടെയും കാര്യം ആലോചിക്കുമ്പോഴാ പേടി. ഇനി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. നീ വഴക്കിനൊന്നും നിൽക്കണ്ട, ഞങ്ങളും സേതുട്ടോടൊന്ന് സംസാരിക്കാം. വെറുതെ എന്തിനാ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതൊക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ടതാണോ അമ്മേ? അച്ഛന്റെ തീരുമാനമല്ലേ? നിങ്ങളിരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാവേ
ബാബ ഉറങ്ങി. ഓ ഉം. മോളെ ദാ. അതെ, ഉം. ഞങ്ങളിപ്പോ വന്നത് മറ്റൊരു കാര്യം കൂടെ പറയാനാ. എന്താ അമ്മ? ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് അച്ഛനൊരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ അച്ഛൻ്റെ കുടുംബവക കുറച്ച് സ്ഥലമുണ്ടല്ലോ, അന്ന് അനൂപിന്റെ ആവശ്യത്തിന് വേണ്ടി അത് വിൽക്കാനിരുന്നതാ. ആ സ്ഥലവേ നമുക്ക് 2 കുഞ്ഞുമക്കളുടെയും പേരിൽ എഴുതി വെക്കാം. പഴയ വീട് സ്ഥലവും ആവണിമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ ഇത് എന്താ അമ്മ? ആ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അതിനുള്ള പരിഹാരം നിങ്ങൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചോ? എന്റെ മോക്കൊന്നും വേണ്ട. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് മാലുമോക്കും ആവണിമോക്കും കൊടുത്താൽ മതി. മോളെ അതിന് നീ വേറൊന്നും കരുതണ്ട. ഇവിടുത്തെ ഇവരുടെ സ്വത്തൊന്നും നീ ആവശ്യപ്പെടില്ലെന്ന് എനിക്കറിയാം. ചിലപ്പോ സ്നേഹയാവന്തികയും അത് തരാനും സമ്മതിക്കില്ല. അപ്പോ നിങ്ങൾക്കൊന്നും ഇല്ലാതായി പോകുമെന്ന ഞങ്ങൾക്കൊരു പേടി. എന്നാ ആ പേടി അമ്മയ്ക്ക് വേണ്ട. എന്റെ മോൾക്ക് ആജീവനാന്തം ജീവിക്കാനുള്ളതും അതിൽ കൂടുതലും സച്ചിന്റെ അക്കൗണ്ടിലുണ്ട്. കുറെ നാൾ കഴിയുമ്പോൾ ഞാനും എന്തെങ്കിലും ജോലിക്ക് പോകും. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം. അത് തന്നെയല്ലേ അച്ഛനും അമ്മയും ഞങ്ങളെ ഈ നിലയിൽ എത്തിക്കാൻ ചെയ്തതും. സ്വത്തിന്റെ പേരിൽ ഞാനോ ആതിരയോ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അതില് നിങ്ങൾക്കൊരു പേടിയും വേണ്ട. പിന്നെ അമ്മയോടായതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. എന്നെ എപ്പോഴും ടെൻഷനാക്കുന്നത് മറ്റൊരു കാര്യം. എൻ്റെ മോളെ എനിക്ക് എത്ര വർഷം വളർത്താൻ പറ്റുമെന്നുള്ളതാ. ചിലപ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അവളെ നഷ്ടപ്പെട്ടു എന്ന് വരാം. സ്നേഹ അവന്തികടത്തിയൊക്കെ എവിടെയോ കിടന്ന കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഉള്ളിൽ ഒരു പെടച്ചില. അപ്പോഴാ ഞാൻ ഓർക്കുന്നത് അവൾ എൻ്റെ സ്വന്തം അല്ലല്ലോ എന്ന്. നാളെ ഒരു സമയത്ത് ശിവരാമേട്ടൻ വന്ന് കൈ നീട്ടിയാൽ ഞാൻ ആ കൈകളിലേക്ക് വച്ചു കൊടുക്കണം അവളെ. പിന്നീട് അവളുടെ എൻ്റെയും ജീവിതം എന്തായിരിക്കും പോലും എനിക്കറിയില്ല. ആ ഭയത്തിലാണ് ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. അതിനിടയിൽ ഇതുപോലൊരു കാര്യം എന്നെ ബാധിക്കില്ല. ആർക്കും ഒന്നും പറഞ്ഞു തളർത്താനും ആവില്ല. നീ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കണ്ട മോളെ. അയാള് തിരിച്ചു വരുമായിരുന്നെങ്കിൽ എന്നേ വന്നേനെ ഇല്ലേ? ആ കുഞ്ഞിനെ അയാൾക്ക് ആവശ്യമില്ല. അതുകൊണ്ടല്ലേ അയാൾ ഉപേക്ഷിച്ചു പോയത്. നിന്റെ കുഞ്ഞിന്ന് കൂടെ തന്നെ കാണും. അമ്മയ്ക്കത് ഉറപ്പാ. ഒരു കുഞ്ഞിന്റെ പേരിൽ നീ കുടിച്ച കണ്ണീര് ഈശ്വരൻ കണ്ടിട്ടുണ്ട് മോളെ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ അതൊക്കെ മറക്കണം. അതിനാ അമ്മ ഞാൻ ശ്രമിക്കുന്നു. എങ്കിലും ചില കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കും തോറും അതിൻ്റെ ഭീകരത ചിലപ്പോഴൊക്കെ നമ്മളെ തളർത്തി കളയില്ലേ? അങ്ങനൊരവസ്ഥ കൂടി എനിക്കുണ്ട്. മുത്തശ്ശന്റെ പൊന്നുമോളല്ലേ? കമലയ്ക്ക് വേണ്ടേ? ഞാൻ താഴേന്ന് കുടിച്ചായിരുന്നു. ആ മോളെ, ഇന്ന് സമയം കിട്ടുമ്പോ നീ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കുക. അവിടുത്തെ അമ്പലത്തില് മോക്ക് വേണ്ടി ചില പൂജകളൊക്കെ നടത്താനുണ്ട്. ഈ പ്രായത്തിൽ എന്ത് പൂജയമ്മേ? അവള് കുറച്ചുകൂടി വളരട്ടെ. അത് നിനക്ക് മോളെ കിട്ടും മുമ്പ് ഞങ്ങൾ നേർന്നതാ. നിനക്കൊരു കുഞ്ഞിനെ തന്നാൽ പൂജകൾ നടത്തിക്കൊള്ളാന്ന്. അതുകൊണ്ട് അതിലൊരു ഉപേക്ഷയും വിചാരിക്കരുത്. ഞാൻ സമയം പോലെ വരാം. അച്ഛൻ പറഞ്ഞാൽ മതി. ഇവിടെ വരുമ്പോ നീയും കൂടെ മോളെ കൊണ്ടുപോവാ.
അവക്കും കൂടെ ചേർത്ത് നമുക്ക് പൂജയൊക്കെ നടത്താമല്ലോ അല്ലേ? ഉം. ഉറപ്പായിട്ടും വരും. ഉം. അയ്യേ ആ മോള് പണി തന്നല്ലോ. എന്താച്ചാ? അവള് മൂത്രമൊഴിച്ചോ? അയ്യോ അച്ഛനിങ്ങത്താ. ആ. ഓ ആ. മുത്തശ്ശന് പണി കൊടുത്തോടി നീ. നിന്നെ കാണാൻ വന്നതല്ലേ മുത്തശ്ശൻ, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. ഞാനിപ്പോ വരാവേ. വാ. എന്താ മാഷെ? ഏയ് അവളുടെ സന്തോഷം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞതാ. ആ എത്ര വിഷമിച്ചതാ എന്റെ മോള്. ഉം. ചേച്ചി വിഷമിച്ചതിനൊക്കെ പരിഹാരമായി ഇപ്പൊ ഇരട്ടി സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ചില സമയത്ത് ചേച്ചിയും മോളെയും കണ്ട പ്രസവിച്ച ഞാനും എന്റെ മോളും തമ്മിൽ പോലും ഇത്രയും സ്നേഹമില്ലെന്ന് തോന്നും. സച്ചേട്ടനും അങ്ങനെ തന്നെയാ. കുഞ്ഞെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കും. അത് പിന്നെ അവര് രണ്ടുപേരും അത്ര ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്തതല്ലേ. ആ ഗർഭിണിയായിരിക്കുമ്പോ നമുക്ക് ഏകദേശം അറിയാലോ കുഞ്ഞിനെ എപ്പം നമ്മുടെ കയ്യിലോട്ട് കിട്ടുമെന്ന്. ഇത് അപ്രതീക്ഷിതമായിട്ട് അവർക്ക് കിട്ടിയതല്ലേ, അപ്പോ സ്നേഹം കൂടുകയുള്ളൂ. ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിക്കണമെന്നൊന്നും ഇല്ല അമ്മയാവാൻ വേണ്ടി. അച്ചു ചേച്ചിയെ പോലെ ഒരമ്മയെ കിട്ടിയത് ആ കുഞ്ഞിന്റെ ഭാഗ്യം തന്നെയാ. ആ ഭാഗ്യത്തെയാ ഞാൻ എന്റെ കുഞ്ഞിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നത്. ആര് പറഞ്ഞിട്ടായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പാവം എന്റെ ചേച്ചി. നീ ഇനി അത് പറഞ്ഞു വിഷമിക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ഉം. ആ അവളതൊന്നും മനസ്സിൽ പോലും വെച്ചിട്ടുണ്ടാവില്ല. ഇനി ഒരു സന്ദർഭത്തിലും നീ അവളെ വേദനിപ്പിക്കാതിരുന്നാ മതി. മോളെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളതാ ഞങ്ങളുടെ സന്തോഷവും ധൈര്യവും. എന്ത് വന്നാലും നീ അവളോടൊപ്പം നിൽക്കാവുള്ളൂ, കേട്ടല്ലോ? ഈശ്വര, ഇനി എൻ്റെ മക്കൾക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും ചെയ്യല്ലേ. ഇതുവരെ കണ്ടില്ലല്ലോ, ഇനി വരാതിരിക്കുവോ? അങ്ങനെ വാക്ക് പറഞ്ഞാൽ അത് മാറ്റുന്ന ആളല്ല അഡ്വക്കേറ്റ് വെങ്കടേഷ്. വരുമെന്ന് പറഞ്ഞാ വന്നിരിക്കും. സോറി, ഞാൻ അല്പം ലേറ്റായി പോയി. ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു കേസിൻ്റെ ക്രോസ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ഒരു ലൂപ്പ് ഹോളും വിട്ടുകളയാൻ പാടില്ലല്ലോ. സാക്ഷിമൊഴികളിൽ എവിടെയെങ്കിലും ഒരു വാക്കിലുള്ള വ്യത്യാസം പോലും സൂക്ഷ്മമായി പഠിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ കേസ് തോൽക്കാൻ അതുമാത്രം മതിയാവും. സാറിന്റെ തിരക്കുകൾ എനിക്കറിയാവുന്നതാണല്ലോ. ഒരു ഡിഫൻസ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കക്ഷികളാണ് ഏറ്റവും വലുത്. ഇന്നുവരെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാ കക്ഷികളെയും രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അത് പിന്നെ ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്? സാറ് വന്നത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം. സ്നേഹ അല്ലേ? അതെ സർ. അവൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ സർ? സ്റ്റേ കിട്ടില്ലേ? തൽക്കാലത്തേക്ക് നമുക്കൊരു സ്റ്റേ വാങ്ങാൻ കഴിയും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിയമപരമായി അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നിയമം അനുസരിച്ച് അച്ഛൻ്റെ സുഹൃത്തുക്കൾക്കോ അച്ഛന് ഇഷ്ടമുള്ളതുപോലെ ആർക്ക് വേണമെങ്കിലും എഴുതി കൊടുക്കാം. മക്കളിൽ ഒരാൾക്ക് പോലും അതിലൊരവകാശവും ഉന്നയിക്കാൻ കഴിയില്ല. അത് അച്ഛൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. സാറ് പറഞ്ഞു വരുന്നത്? വെരി സിമ്പിൾ.
വളരെ ഈസിയായി സ്റ്റേ അവർക്ക് വെക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോ ഒരു വഴിയില്ലേ സർ? കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചുപോയി. പക്ഷേ സ്വത്തുക്കളെല്ലാം അമ്മയുടെ പേരിലായിരുന്നു. അമ്മയുടെ മരണശേഷമാണ് സ്വത്തുക്കളെല്ലാം അച്ഛന്റെ പേരിലോട്ട് മാറ്റിയത്. ആ, ഇതാണ് പോയിന്റ്. അച്ഛന്റെ സ്വത്തിന്റെ മേലുള്ള അവകാശം പോലെയല്ല മക്കൾക്ക് അമ്മയുടെ സ്വത്തിന്മേലുള്ള അവകാശം. അമ്മയുടെ സ്വത്തുക്കളിൽ മക്കൾക്കെല്ലാം തുല്യ അവകാശമാണ്. ഇനി ഏതെങ്കിലും മക്കൾ മരിച്ചുപോയാൽ അവരുടെ മക്കൾക്കും ഈ സ്വത്തിൽ അവകാശം ഉണ്ടാവും. മക്കളുടെ സമ്മതമില്ലാതെ രക്തബന്ധമില്ലാത്ത മറ്റൊരാൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ അച്ഛൻ ശ്രമിച്ചാൽ നിങ്ങൾ മക്കൾക്ക് അത് തടയാനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. കോടതി ഉറപ്പായിട്ടും ഇതിന് സ്റ്റേ അനുവദിക്കും. അത് മതി സർ. എത്രയും പെട്ടെന്ന് സർ ഇതിനൊരു സ്റ്റേ വാങ്ങിച്ചു തരണം. അത് ഞാൻ ഏറ്റു. ഇന്ന് തന്നെ നമുക്ക് കോടതിയിൽ മൂവ് ചെയ്യാം. എന്നാ ശരി, ഞാൻ വിളിക്കാം. ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? ഏട്ടത്തിയുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു ദത്തുപുത്രയെ കൊണ്ടുവന്നേക്കുന്നു. നെല്ലിശ്ശേരിയിലെ സ്വത്തിന്റെ ഒരു തരി പോലും ആ നശിച്ച ജന്തുവിന്റെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല.